വെൽക്കം ടു അലാമി കിച്ചൻ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു ആണ്. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ഒരു ഹൽവ റെഡിയാക്കി എടുക്കുന്നത്. ചക്കക്കുരു എടുക്കുമ്പോൾ ഈ തൊലി കളയാണ്ട് വേണം എടുക്കാൻ. കാരണം അറിയാമല്ലോ, ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ചക്കക്കുരുവിൻ്റെ തൊലിയിൽ. പണ്ടൊന്നും അതൊന്നും ആർക്കും അങ്ങനെ അറിയില്ല. പണ്ടെല്ലാം നമ്മൾ ചക്കക്കുരുവിൻ്റെ ഉണ്ടയിൽ ഉണ്ടാക്കുന്ന സമയത്ത് മേലത്തെ തൊലി കളഞ്ഞ് ഇത് ചക്കക്കുരു വെള്ളത്തിലിട്ട് വെച്ച് എന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി നമ്മളൊരു കത്തി വെച്ചിട്ട് ചിരണ്ടി കളയലാണ് ചെയ്യൽ. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഈസിയാണ്, നമുക്കത് കളയേണ്ട പണിയുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ്. ചക്കക്കുരു കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കൂടുതൽ ഉപ്പ് വേണ്ട. അതിനുശേഷം കുക്കറിൽ ഒരു 5-6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കിട്ടണം ചക്കക്കുരു. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ്. ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ശർക്കര പാനി ഉപയോഗിച്ചിട്ട് നമ്മൾ ചക്കക്കുരു അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ മെൽറ്റാക്കിയതിന് ശേഷം നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കുക. ചക്കക്കുരു 6 വിസിലെല്ലാം വന്നിട്ട് പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ തുറക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ അരിപ്പയിലിട്ടിട്ടൊന്ന് ആ വെള്ളം ഒന്ന് കളയണം. നമ്മൾ ആ വെള്ളം യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം ചക്കക്കുരു ഒരു വലിയൊരു പ്ലേറ്റിലോ മറ്റോ മാറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് തണിയണം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചക്കക്കുരുവിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര പാനിയും നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും മിക്സിയിൽ ചക്കക്കുരു ഇട്ട് പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്നത് ഈ ശർക്കര പാനിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കണം. അതുപോലെ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. ശർക്കരയിൽ എന്തായാലും ഇതിൻ്റെ വേസ്റ്റെല്ലാം ഉണ്ടാവും. അപ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. വേഗം തന്നെ നമുക്ക് നല്ലതുപോലെ അത് പേസ്റ്റായി കിട്ടും. ഇനി ബാക്കിയുള്ളതും കൂടി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പം ശർക്കരൻ്റെ അത് അരയാൻ ആവശ്യത്തിനുള്ള പാനി അതിൽ നമുക്കില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം. കൂടുതലായി പോകണ്ട, പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുക്കാം. ഇനി നല്ല അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നല്ല ഉരുളി ഉണ്ടെങ്കിൽ അത് തന്നെ വെക്കാം. അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് അത് കുറച്ചൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിൽ തന്നെ നമുക്ക് മുന്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരാം. എന്നിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു എണ്ണയിൽ അതൊന്ന് വരട്ടിയെടുക്കണം നന്നായിട്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചക്കക്കുരുവിൻ്റെ അളവ് 65 ചക്കക്കുരു ഉണ്ട്. അപ്പോൾ നല്ല വലിയ സൈസ് ചക്കക്കുരു ആണ്. അതിനനുസരിച്ചിട്ടുള്ള മധുരമാണ് 1/2 കിലോ വെല്ലം ഞാൻ എടുത്തത്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് മധുരം എടുക്കാം. ചില ചക്കക്കുരു നല്ല മധുരം ഉണ്ടാവും. എന്നാലും ഈ ഒരു അളവിൽ വരുമ്പോൾ 1/2 കിലോ ശർക്കര തന്നെ വേണം. കാരണം ഹൽവക്ക് നന്നായിട്ട് മധുരം ആവശ്യം ഉണ്ടാവുമല്ലോ. ഇനി വേണ്ടത് ഇതിലേക്ക് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചെറിയ സൈസ് തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടിയിട്ട് അതിൻ്റെ നല്ല കട്ടിപ്പാൽ 1-ാം പാലാണ് എടുത്തത് 1 കപ്പ്. അത് ആ ചക്കക്കുരുവിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ ഇട്ട് കൊടുത്ത ഉപ്പിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ സാധാരണ ഹൽവയെല്ലാം ചെയ്യുന്ന പോലെ തന്നെ പൊട്ടിത്തെറിയെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊന്ന് തീ കുറച്ച് വെക്കുക. എന്നിട്ട് പിന്നെയും തീ കൂട്ടിയിട്ട് ഇതിപ്പോൾ ഏകദേശം റെഡിയായിട്ട് കിട്ടാൻ ഒരു 1/2 മണിക്കൂർ എടുത്തിട്ടുണ്ട്.
അതുവരെ തീ കുറച്ചും കൂട്ടിയും നന്നായിട്ട് അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇളക്കി വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് ഏലക്കായ് പൊടിച്ചത് വേണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 ഏലക്കായ് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തൊലി നമ്മൾ എടുക്കണ്ട, തൊലി കളഞ്ഞിട്ട് നല്ലതുപോലെ പൊടിച്ച് വെക്കാം. ഇനി ഹലുവ റെഡിയാവും തോറും നമ്മൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഗീ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ടോട്ടൽ 1/4 കപ്പ് ഗീയാണ് ഒഴിച്ചു കൊടുത്തത്. അത് കുറച്ച് കുറച്ചായിട്ട് അടി പിടിക്കുന്നതിനനുസരിച്ചിട്ട് അത് കട്ടിയായി വരുന്നതിന് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഹലുവ കോരി മാറ്റാൻ വേണ്ടിയിട്ടൊരു ട്രേ റെഡിയാക്കി എടുക്കണം. അതിൽ കുറച്ച് ഗീ തടവിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം അതിൽ വിതറി കൊടുക്കണം. അതിൻ്റെ മേലെ വേണം നമുക്കിനി ഹലുവൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാൻ. ഹലുവ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. വെള്ളമെല്ലാം വറ്റി ഈ ഒരു പാകത്തിന് വരുന്നുണ്ട്. ഇനി അതിൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കായൻ്റെ പൊടിയും കൂടി ഇതിലിട്ട് അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തെല്ലാം തീ നമ്മൾ കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ കൈവെക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. നല്ല കട്ടിയുണ്ട്, നമുക്ക് ഇളക്കാനെല്ലാം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹൽവ റെഡിയാക്കി എടുക്കുന്നത്. വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. ചക്കക്കുരുവെല്ലാം വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലുവയാണ്. നമ്മളിതിൽ 1/4 കപ്പ് ഗീ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നാലും നല്ലൊരു ഗീൻ്റെ ഫ്ലേവറും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു ഹൽവക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ വെച്ചിട്ട് നമുക്കിത് കഴിക്കാം. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടമാവും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അടുത്തോ Ang galit talaga.